സമ്മേളനാധ്യക്ഷൻ, സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം സക്കീർ, വേദിയുടെ ഓപ്പോസിറ്ററായിട്ടുള്ള ജനറൽ സെക്രട്ടറി, നിങ്ങളെ കാണുമ്പോഴും വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ 32ാമത്തെ സംസ്ഥാന സമ്മേളനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ യൂണിയനുകളുടെ പ്രവർത്തനങ്ങളുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാവണം എല്ലാ വിഭാഗം ആൾക്കാർക്കും അംഗമായി തുടരാനും ഈ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി കൊണ്ടുപോകാനും ഇക്കാലം ഇത്രയും ശ്രദ്ധിച്ചു എന്നുള്ളത് ഈ യൂണിയൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവായിട്ടും നിങ്ങളുടെ കൂട്ടായ്മയെ അങ്ങേയറ്റം അഭിനന്ദിക്കുവാനും ആദ്യമായി ഞാൻ അവസരം വിനിയോഗിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ പരിഗണിക്കുമ്പോഴും പോരായ്മകളുള്ളപ്പോഴും കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകളും അക്കാര്യങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ആരോഗ്യ രംഗത്ത് കേരളം വലിയ തോതിലുള്ള സംഭാവന നൽകിയൊരു സംസ്ഥാനമാണ്. ആരോഗ്യ സൂചികയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ മോഡൽ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകൃതമാകാനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷദായകമായ മറ്റൊരു വസ്തുതയാണ്. എന്നാൽ അതോടൊപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ രീതികളിലേക്ക് തരംതിരിക്കപ്പെടുമ്പോൾ അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും പരിശോധിക്കുമ്പോൾ കാണുന്നത് കേരളം വലിയ രീതിയിലുള്ള മാതൃക കാണിച്ചു. പൊതുപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒരുപക്ഷെ സന്ധിയില്ലാത്ത ഒരു പോരാട്ട വീര്യത്തോടു കൂടിയാണ് നമ്മൾ അതിനെ അതിജീവിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ ഇതിൻ്റെ ഭാഗമായി നമ്മളിൽ നഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും നമ്മുടെ പോലീസ് സേനയും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങളെ ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതോടൊപ്പം മെഡിക്കൽ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഉന്നതമായ ചികിത്സാ സൗകര്യങ്ങൾ, സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ എണ്ണമെല്ലാം പഴയതിനേക്കാൾ വർദ്ധിച്ചു. അതോടൊപ്പം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധ്യതയുള്ളവരാണ് ഈ ഇരിക്കുന്ന ഞങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പെട്ടെന്ന് രൂപീകരിക്കുക എന്നുള്ളതാണ് വിഷയം. അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ള മറ്റൊരു വിഷയം. അക്കാര്യത്തിലെല്ലാമാണ് പുതിയ ഇടപെടൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സംസ്ഥാന ഭാഗമായി നൽകിയ ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രമിച്ചത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി സംരക്ഷണ നിയമപരിധി നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിനകത്ത് മറ്റ് ജീവനക്കാരൊക്കെ തന്നെയും ഉണ്ടെങ്കിലും നമ്മളതിനകത്ത് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതിന് പ്രാദേശികമായിട്ടാണല്ലോ. പ്രാദേശികമായിട്ട് അത്ര കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ലോണം പറയുവാനും മാത്രമല്ല മറ്റ് മേഖലയും വ്യത്യസ്തമായി ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ആണ് ആരോഗ്യരംഗത്തിൻ്റെ മറ്റൊരു മെച്ചം. ഈ പരിചയവും പരിശീലനവും പ്രവർത്തനവും ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുള്ള നടപടിക്രമങ്ങളുടെ പൂർത്തീകരണവുമെല്ലാം ഹൈലെവൽ ഓർഗനൈസേഷന് സഹായകമാകത്തക്ക നല്ല നിർദ്ദേശങ്ങൾ താഴെത്തലത്തിൽ ലഭിക്കുന്നതിനുള്ള ആദ്യത്തെ പടിയായി, ചവിട്ടുപടിയായി തീർച്ചയായിട്ടും കാണേണ്ടത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനെയാണ് എന്നുള്ള നില നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനും അതോടെ തന്നെ യൂണിഫോം അനുവദിക്കുക എന്നുള്ളത്, അത് സ്റ്റാറ്റ്യൂട്ടറി യൂണിഫോം എന്ന നിലയിൽ ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല, അതിൽ അധികാര ചിഹ്നവും കൂടിയായി കണക്കാക്കിയാലും തെറ്റ് പറയാനും നമുക്ക് ഈ രാജ്യത്ത്
എല്ലാ വിഭാഗം ആൾക്കാർക്കും ഡെസ്റ്റിനേഷൻസിലാണ് പ്രത്യേകത. അത് ചെയ്യുന്ന ജോലി ഏത് എന്നതുപോലെ തന്നെ സമൂഹത്തിന് അംഗീകാരം കിട്ടാൻ കഴിയത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക. ഇക്കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിലെ അപാകത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം ഇവിടെ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡ്രസ് ഗവൺമെൻറ്റ്സ് ഉൾപ്പെടെ ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിയുമായും അതോടൊപ്പം ഈ സർക്കാരിൽ പങ്കെടുക്കുന്ന പ്രഖ്യാപനത്തിൽ അവരുടെ മുമ്പിൽ കൊണ്ടുവരാനും നിങ്ങളുടെ നിവേദനത്തിൻ്റെയും പ്രമേയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തിരിയുന്ന വിഷയങ്ങൾ സബ്ജക്റ്റ് കമ്മിറ്റി ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ സബ്ജക്റ്റ് കമ്മിറ്റി മെമ്പർമാരുമായും നിങ്ങളുമായി കൂടിയാലോചിച്ച് സംസാരിക്കുവാനും ഞാൻ കഴിയുന്നത്ര ശ്രമിക്കാം എന്ന ഭാഗങ്ങൾ ചേർന്നുകൊണ്ട് മാതൃകാപരമായ ധാരാളം ആൾക്കാർ രാഷ്ട്രീയപ്രധാനം കാണാനിടയായി. മാധ്യമപ്രവർത്തകരാണെങ്കിലും നേരത്തെ ഇവിടുന്ന് പിരിഞ്ഞ സീനിയർ സെൻട്രൽ ആൾക്കാരെയാണെങ്കിലും അതോടൊപ്പം ചില റെസ്ക്യൂ ഓപ്പറേഷൻസിലൂടെ ആൾക്കാരെ സഹായിക്കാൻ നിങ്ങൾ കാണിച്ച കരുത്തും വയനാട്ടിലുണ്ടായ ചുരബല സംഭവത്തൊക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി എടുത്ത് അഭിനന്ദിക്കാൻ കാണിച്ച ഏറ്റവും നല്ല നിലയിലുള്ള ഭാവനാപൂർവമായ പദ്ധതികൾ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പാവങ്ങൾ നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഔപചാരികമായി സ്വാഗത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.